നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ 2025 മഹാശനിമാറ്റം നടക്കുന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. ഈ വരുന്ന മാർച്ച് മാസം 29 തീയതിയാണ് മഹാശനിമാറ്റം നടക്കുന്നത്. അതോടൊപ്പം അല്ലെങ്കിൽ അതിലേറെ മറ്റൊരു പ്രതിഭാസം കൂടി നടക്കുന്നുണ്ട്. അത് സൂര്യഗ്രഹണമാണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു മാറ്റമായി ഇതിനെ പൂർണ്ണമായും നമ്മൾക്ക് പറയുവാനായി സാധിക്കുന്നതാണ്. കാരണം 2.5 വർഷത്തിന് ശേഷം ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ മീനം രാശിയിലേക്ക് മാറുകയാണ്. അതോടൊപ്പമാണ് ഇവിടെ ഈ 2025 എന്ന ഈ മഹത്വപൂർണ്ണമായ വർഷത്തിൽ സൂര്യഗ്രഹണവും അരങ്ങേറാനായി ഒരുങ്ങുന്നത്. ഗ്രഹണവും അതോടൊപ്പം തന്നെ ഈ ശനിമാറ്റവും പൊതുവെ പറയുകയാണെങ്കിൽ അല്പം ദോഷഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് എന്നൊരു വിശ്വാസമാണ് ഇവരുടെ മനസ്സിലും നിലനിൽക്കുന്നത്. ആ വിശ്വാസം നിലനിൽക്കെ 2025 ഈ ഗ്രഹണവും ശനിമാറ്റവും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എന്നാൽ അറിഞ്ഞുകൊള്ളൂ, അത്രത്തോളം തൊടുന്നതൊക്കെയും നമ്മൾ തമാശയ്ക്കായാലും പറയാറുണ്ട്, തൊടുന്നതൊക്കെ പൊന്നാകുമെന്ന വരം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ ആ വരം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കൈവയ്ക്കുന്നു, എവിടെയൊക്കെ നോക്കുന്നു, എന്തൊക്കെ കാണുന്നു, അതൊക്കെയും മനസ്സിലാഗ്രഹിക്കുന്നതൊക്കെയും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുവാനായി പോകുന്ന ഒരു ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കാനായി പോകുന്നത്. വരുന്ന മാർച്ച് 29 വളരെയേറെ വിശേഷ ദിവസമാണ്. നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കുക. കാരണം അതിന് ശേഷം ഉണ്ടാകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ തോതിലുള്ള മാറ്റമാണ് വരാനായി പോകുന്നത്. അതായത് സൂര്യഗ്രഹണവും ഒപ്പം മഹാശനിമാറ്റവും. എത്ര വർഷങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ അറിയാം മാനസിക ബുദ്ധിമുട്ടുകൾ കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച്, അതായത് അസുഖങ്ങളുടെ മേൽ അസുഖങ്ങൾ എന്നൊരവസ്ഥ. എന്ന് എണീറ്റ് ഒരു അസുഖം മാറി എന്ന് ഇരുന്നേറ്റ് വരുമ്പോഴേക്കും അടുത്ത അസുഖങ്ങൾ, മരുന്നുകൾ, ആശുപത്രി വാസങ്ങൾ. അത് കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വേറെ. കുട്ടികൾക്ക് അടിക്കടി ഉണ്ടാകുന്ന പനി, ജലദോഷം, അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റാതെ, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പോലും കുട്ടികൾ ഒരുപാട് വലയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് വളരെയധികം ദുരിതം അനുഭവിച്ച ചില വ്യക്തികളുണ്ട്. അവർക്കിത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമായിരിക്കും. അവരുടെ നക്ഷത്രം ഇതിൽ വരുന്നുണ്ടോ, രാശി ഇതിൽ വരുന്നുണ്ടോ എന്ന ചിന്തയാണ് ഇത് നിങ്ങളുടെ മനസ്സിലിപ്പോൾ അടുത്തതായി വരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതം മറിയാൻ പോവുകയാണ്. നിങ്ങൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് 2025 വളരെ മഹത്വപൂർണ്ണമായ ഒരു വർഷമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒക്കെയും നമ്മൾക്ക് സിദ്ധിക്കുന്ന ഒരു വർഷമെന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അത്രത്തോളം ഒരു വരം കിട്ടിയ ഒരു വർഷമാണ് 2025. സമ്പന്നനാകാൻ പോകുന്ന, കുചേലനും കുബേരനും ആകാൻ പോകുന്നത്, അതായത് കുചേലനായ വ്യക്തിയെ കുബേരനാക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ 2025. തുടക്കമായതല്ലേ ഉള്ളൂ, നിങ്ങൾ കണ്ടുകൊള്ളൂ. നീണ്ട ഒരു 11 മാസം നമ്മുടെ മുന്നിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് സൂര്യഗ്രഹണത്തിനെയും വരാൻ പോകുന്ന മഹാശനിമാറ്റം എന്ന മാർച്ച് 29 നടക്കുന്ന പ്രതിഭാസത്തെയും കുറിച്ചാണ്. ഈ 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊടുന്നതൊക്കെയും ഗുണമായി, മഹാഭാഗ്യമായി മാറാൻ പോവുകയാണ്. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല. ആ 3 രാശിക്കാരൊക്കെയാണ്, അതിൽ വരുന്ന 9 നക്ഷത്രക്കാരൊക്കെയൊന്ന് നോക്കാം. അതിനു മുൻപ് ഈ 3 രാശിയിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് മാറ്റം വരുന്നത്, മറ്റുള്ളവർക്കൊന്നും വരുന്നില്ല എന്നൊന്നും അർത്ഥമാക്കുന്നില്ല. ഇപ്പോഴും പറയുന്നത് പോലെ ഏറ്റക്കുറച്ചുകൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെയും ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായി അല്പ അഭിവൃദ്ധി, കർമ്മമേഖല നേട്ടം, വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലുള്ള കലഹങ്ങളൊക്കെ മാറി സന്തോഷപൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ 2025 ഏറ്റവും അധികം ഭാഗ്യം സിദ്ധിക്കുന്ന 3 രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ള 12 രാശിക്കാർക്കും ഇതൊക്കെയും മാറ്റങ്ങൾ കൊണ്ടുവരും. എങ്കിൽ പോലും ചെറിയ തോതിലുള്ള ഒരു മാറ്റങ്ങളായിരിക്കും വരുന്നത്. പക്ഷേ ഈ 3 രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരുന്നതായിരിക്കും. നിങ്ങളിത് എഴുതി വെച്ചുകൊള്ളൂ. ഇതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മനസ്സിൽ ഓർത്തു നോക്കുക. കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനായി മറക്കാതിരിക്കുക. അതിൽ ആദ്യത്തെ രാശി തന്നെ മിഥുനം രാശിയാണ്. മകയിരം 2 പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ 3/4 ഭാഗം വരുന്ന മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് 2025 സൂര്യഗ്രഹണവും അതോടൊപ്പം തന്നെ വരുന്ന മഹാശനിമാറ്റവും
ഇത് ഒരുമിച്ച് വരുന്നത് ധാരാളം ഗുണങ്ങളും കൊണ്ടുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ധാരാളം നേട്ടങ്ങളുമായിട്ടാണ് ഈ മാർച്ച് 29 നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി വരാൻ പോവുകയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളാകുന്ന കണ്ണീരുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനായി ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പാടെ നശിപ്പിക്കാൻ തന്നെയാണ് ഈ മഹാശനിമാറ്റവും ഈ സൂര്യഗ്രഹണവും നിങ്ങളുടെ ജീവിതത്തിലേക്കായി കടന്നു വരാൻ പോകുന്നത് മാർച്ച് 29 അപ്പോൾ ആ 29 ശേഷമായിരിക്കും പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ദർശിക്കുവാനായി സാധിക്കുന്നത്. ആദ്യം തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ബിസിനസ് നേട്ടത്തിൻ്റെ സമയത്തിലേക്കാണ് അടുക്കുന്നത്. ഈ ജനുവരി ഫെബ്രുവരി മാസം ഇതൊന്ന് കഴിഞ്ഞു. മാർച്ച് 29 ശേഷം നിങ്ങളൊന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കില്ല നിങ്ങൾക്ക്. അതിൽ നിന്ന് വളരെ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരായ ആളുകൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാണ് മാർച്ച് 29 ശേഷം വരാൻ പോകുന്നതെന്ന് കണ്ണടച്ച്, അല്ലെങ്കിൽ അത്രത്തോളം സത്യമായി ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ സത്യമാണ്. നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ മാർച്ച് 29 ശേഷം സാധിക്കുന്നതാണ്. കഠിനാധ്വാനികളായ ആളുകളാണ് മിഥുനം രാശിയിൽപ്പെടുന്നത്. പക്ഷേ കഠിനമായി അധ്വാനിക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾക്കൊരു സേവിങ്സ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അതിൽ വിഷമിക്കുന്ന ആളുകളുണ്ട്. എങ്കിൽ നിങ്ങളുടെ ആ വിഷമം ഇവിടെ മാറുകയാണ്. കഠിനാധ്വാനത്തിന് ഫലം കാണുന്ന ഒരു സമയമാണ് മാർച്ച് 29 ശേഷം ആഗതമാകാനായി പോകുന്നത്. ഒരുപാട് നാളെ ഒരു പ്രൊമോഷൻ എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുകയല്ലേ? ആ ആഗ്രഹം ഈ മാർച്ച് 29 ശേഷം നടക്കാൻ പോവുകയാണ്. ശമ്പള വർധന ഉണ്ടാകാനായി പോവുകയാണ്. അടിക്കടി സാമ്പത്തിക ഉയർച്ച, പല വിധേനയും സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അതിൽ പ്രധാനമായി പറയേണ്ടത്, ഒരു ബന്ധുവിനോ സുഹൃത്തിനോ നിങ്ങൾ ധാരാളം പണം കടമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെയും തിരികെ ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിയിൽപ്പെടുന്ന ആളുകളിൽ ആ ധനം കിട്ടാതെ പോയതിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ വിഷമമാണ് ഇവിടെ മിഥുനം രാശിക്കാരായ ആളുകളുടെ ഈ മാർച്ച് 29 മാറാൻ പോകുന്നത്. കാരണം ആ ധനം നിങ്ങൾക്ക് കിട്ടേണ്ടതായ, നിങ്ങൾ കഠിനമായി അധ്വാനിച്ച ആ ഫലം, ആ ധനം നിങ്ങൾക്ക് തിരികെ കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് ഇവിടെ ആഗതമാകാൻ പോകുന്നത്. അപ്പോൾ ഈ 2025 ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ധനം തിരികെ കിട്ടണം. അത് ചിലപ്പോൾ സ്വർണമായിരിക്കും. ഏത് വിധേനയും നഷ്ടപ്പെട്ടു പോയ ആ നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയം കൂടിയാണ് മാർച്ച് 29 ശേഷം ആഗതമാകാനായി പോകുന്നത്. രണ്ടാമത്തെ രാശി ധനു ആണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയും സൂര്യനും അനുകൂല ഫലത്തെയാണ് മാർച്ച് 29 ശേഷം നിങ്ങൾക്ക് നൽകാനായി പോകുന്നത്. ആഗ്രഹിച്ചതൊക്കെയും നേടാനായി സാധിക്കും. ഒരു വലിയ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. സ്വന്തമായ ഒരു വീടായിരിക്കാം, വാഹനമായിരിക്കാം, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളുമാകാം. നിങ്ങൾ പ്രണയിച്ച ആളിനെ നേടിയെടുക്കണമെന്നതാകാം, അല്ലെങ്കിൽ ആഗ്രഹിച്ച ആളുമായി ഒരു വിവാഹബന്ധം, അതൊക്കെയാകാം. അങ്ങനെ ഏത് വിധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ മാർച്ച് 29 ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാകാനായി പോവുകയാണ്. ഉത്തരവാദിത്തങ്ങൾ അല്പം കൂടാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ കർമ്മ മേഖലയിൽ ഉത്തരവാദിത്വം കൂടുന്നുവെന്ന് വെച്ചാൽ പ്രൊമോഷൻ ലഭിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ മുന്നോട്ട് എത്തപ്പെടുമ്പോൾ നമ്മൾക്ക് അത്രത്തോളം ഉത്തരവാദിത്വങ്ങളായിരിക്കും നമ്മുടെ ചുമലിലേക്ക് എത്താൻ പോകുന്നത്. അങ്ങനെ ഒരു സമയം കൂടിയാണ് ഈ 2025 എന്ന വർഷം. കൃത്യമായി കാര്യങ്ങൾ നിങ്ങൾ പാലിച്ച് ചിട്ടയോടെ ചെയ്യുന്നതിനാൽ തന്നെ പല അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊക്കെയും തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയം, ഈ ശനി കൂടി ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായി, സൂര്യനും ശനിയും ഒരുപോലെ ജ്വലിച്ച് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതിനാൽ തന്നെ തടസ്സപ്പെട്ട് കിടന്ന പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അംഗീകാരങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാൻ പോകുന്ന സമയം കൂടിയാണ് മാർച്ച് 29 ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്കായി എത്താൻ പോകുന്നത്. പ്രണയ വിവാഹം, അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സന്തോഷത്തിൻ്റെ സമയമാണ് വരാനായി പോകുന്നത്. ജോലിയിൽ മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ശനിയുടെ ബുദ്ധിമുട്ടുകളാൽ അല്പം മന്ദത നിങ്ങൾക്ക് വരുന്നുണ്ട്. ആക്റ്റീവ് ആകാൻ ശ്രമിക്കുമ്പോഴും പിന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിവിടെ മാറാൻ പോവുകയാണ്. ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാനും അംഗീകാരങ്ങൾ, പ്രൊമോഷനൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു വർഷം കൂടിയാണിത്. അതായത് 2025 ഈ വർഷം മാർച്ച് 29 ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്ന സമയങ്ങളാണ് വന്നണയാൻ പോകുന്നത്. മകരമാണ് അടുത്ത രാശി. ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തി നിൽക്കുന്ന ഈ വേളയിൽ മാർച്ച് 29 ശേഷമുള്ള സമയങ്ങൾ നിങ്ങളുടേതായ ദിനങ്ങളാണ് തുടങ്ങാൻ പോകുന്നത്. മുന്നോട്ട് ധൈര്യമായി തന്നെ പോയിക്കൊള്ളുക. പ്രകാശമായി സൂര്യഭഗവാൻ കൂടി, അതായത് വെളിച്ചം നൽകുന്ന ഭഗവാൻ ആദിത്യൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് അനുഗ്രഹമായി വന്നിരിക്കുകയാണ്. നിങ്ങളെ ആ ഒരു മന്ദതയിലേക്ക്, ആ ഒരു എന്ത് ചെയ്താലും ആക്റ്റീവ് ആകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ആ
ശനിദേവനും ഇവിടെ അനുഗ്രഹം വരുന്നുണ്ട്. അതുകൊണ്ട് പ്രകാശവും വരുന്നുണ്ട്. നിങ്ങളെ ആക്റ്റീവ് ആകാത്ത രീതിയിലേക്ക് നിങ്ങളെ മാറ്റി ആകെ ഒരു പുറകോട്ടാക്കിയ അവസ്ഥയിൽ നിന്ന് ധൈര്യം തന്ന് മുന്നോട്ടൊന്ന് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ശനിദേവനും ഇവിടെ അനുഗ്രഹത്തിലായി വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ശുഭകരമായ ധാരാളം മാറ്റങ്ങൾക്ക് ഇടവരുന്ന ഒരു വർഷം കൂടിയാണ് മകരം രാശിക്കാരായ ആളുകൾക്ക് ഈ 2025. തുടർ പഠനത്തിന് അവസരമൊരുങ്ങുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ പഠനം നിർത്തേണ്ടി വന്നത്, അതായത് വിവാഹം ആയപ്പോഴായിരിക്കും, ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ധനത്തിൻ്റെ അഭാവം കൊണ്ട്, എങ്ങനെയായാലും പഠനം മുടങ്ങിപ്പോയ ആളുകൾക്ക് ഇവിടെ ശനിദേവൻ തന്നെ, ആ മുടക്കിയ ആൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും തുടരാനുള്ള ഒരു അവസരം കൂടിയാണ് കൊണ്ടുതരുന്ന അനുകൂല സമയമാണ്. അതുകൂടാതെ വിദേശവാസം, കടൽ കടന്ന് പോയി ധനം ഒപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ധനം ഉണ്ടാക്കിയെടുത്ത് ആ കുടുംബത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരാൻ പോകുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നേട്ടത്തിൻ്റെ സമയമാണ്. ഈ മാർച്ച് 29 ശേഷം വന്നാണ് ഞാനായി പോകുന്നത്. അപ്രതീക്ഷിതമായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ എടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ലോട്ടറി ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. അത് മാർച്ച് 29 ശേഷമുള്ള സമയം. ഇപ്പോഴൊന്നും എടുക്കേണ്ട, മാർച്ച് 29 ശേഷമുള്ള സമയം. ആഴ്ചയിൽ ഒരെണ്ണോ ആയിട്ടോ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിനകത്തൊരാഗ്രഹം, ഇത് പറഞ്ഞു കേട്ട് ഓടിപ്പോയി എടുക്കണമെന്നല്ല, മനസ്സിലൊരു തോന്നൽ വരും. ആ വരുന്ന വേളയിൽ ഒന്ന് എടുത്തു നോക്കുക. ചെറിയൊരു തുകയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പല വിധത്തിൽ നല്ല മാർഗങ്ങളിലൂടെ പല വിധത്തിൽ ധനം കയ്യിലേക്ക് എത്തേണ്ട ഒരു സമയം കൂടിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന ഈ വേളയിൽ എന്ത് കാര്യം ചെയ്താലും അത് നേട്ടത്തിൽ തന്നെ കലാശിക്കുന്നതുമാണ്. അപ്പോൾ ഈ മാർച്ച് 29 മഹാശനിമാറ്റം, സൂര്യഗ്രഹണം, ഇതൊക്കെയും വളരെയേറെ ഭാഗ്യത്തെ 12 രാശിക്കാരായ ആളുകളിൽ നിങ്ങൾക്കാണ്, അതായത് ഈ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്കാണ് മഹാഭാഗ്യവുമായി കടന്നു വന്നിരിക്കുന്നത്. നന്ദി.